വിവാഹ കമ്പോളത്തിൽ അവർ എത്രത്തോളം പഠിച്ചു എന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ അവൾക്ക് വലിയൊരു ധനികനെ തന്നെ കിട്ടും. അപ്പോൾ കുട്ടികളും വേഗമുണ്ടാകും. ഭർത്താവ് അവളെ വിട്ടുപിരിക്കുകയേയില്ല. ഇത്രയധികം ശാരീരിക ബന്ധമുണ്ടാകുമ്പോൾ കുട്ടികളും ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടി, 4 വർഷത്തിനിടയിൽ 2 കുട്ടികൾ. മനുഷ്യന്റെ ശരീരം എത്രത്തോളം സഹിക്കും? ആ 4 വർഷത്തിനുള്ളിൽ അവളുടെ പ്രായം 10 വർഷം വർദ്ധിക്കും. ഭർത്താവിന് ആ സാധനം ഇപ്പോൾ അത്രയ്ക്ക് ആകർഷകമായി തോന്നില്ല. അങ്ങനെ നിങ്ങൾ 27-ാം വയസ്സിൽ 35 വയസ്സായവളെ പോലെ തോന്നിത്തുടങ്ങും. അയാൾ 28-ാം വയസ്സിൽ 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലെയാകും. അയാൾ 25 വയസ്സുകാരനെ പോലെ തോന്നിക്കുന്നു. പോരാത്തതിന് കയ്യിൽ പണവുമുണ്ട്. 25 വയസ്സ് തോന്നിക്കുന്ന ആകർഷകനായ സുന്ദരനായ പുരുഷൻ, അതും പണമുള്ളവൻ. അവനിലേക്ക് 4 പൂമ്പാറ്റകൾ എന്തുകൊണ്ട് ആകർഷിക്കപ്പെടില്ല? പൂവ് വിരിഞ്ഞു, പൂമ്പാറ്റകളെ വരൂ എന്ന് പറയുന്നത് പോലെയാകും. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയേയുള്ളൂ. അതുകൊണ്ട് ദേവിജി, ഇത്രയും വർഷങ്ങളായി ചിലപ്പോൾ കൈകൂപ്പിക്കൊണ്ടും ചിലപ്പോൾ വഴക്ക് പറഞ്ഞുകൊണ്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് സ്വന്തം കരുത്ത് വളർത്താൻ പഠിക്കൂ എന്നാണ്. അറിവ്, ഗുണം, അനുഭവം, നൈപുണ്യം, വിവേകം, ഇവയാണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്. ഈ സൗന്ദര്യം കൊണ്ടുള്ള കച്ചവടം അധികകാലം നിലനിൽക്കില്ല.